ഹലോ മക്കളെയും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇത്തിരി എമർജൻസിയിലാണ് നിൽക്കുന്നത്. ഞാൻ ഇന്ന് ട്രിവാൻഡ്രത്തോട്ട് പോവുകയാണ്. സോ ഇന്ന് എനിക്ക് വേറെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കഴിയത്തില്ല. എങ്കിൽ പോലും നിങ്ങളുടെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഇത്തിരി എമർജൻസി ആണെങ്കിൽ പോലും ഞാൻ എന്ത് ചെയ്യുക ചെയ്യുകയാണ്. സോ ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക. എന്തെന്നാൽ ഇതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അലോട്ട്മെന്റ് ലഭിച്ച ഒരു കുട്ടിയാണെങ്കിൽ, ഫസ്റ്റ് അലോട്ട്മെന്റ് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ലഭിച്ചിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത് നിങ്ങളുടെ വെരിഫൈഡ് ആയെന്ന് ഉറപ്പുവരുത്തുക. അതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികൾക്കും ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഫീ പേയ്മെന്റ് ആണ്. ഫീ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡും ഫ്രീസും ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ഈ സമയത്തിനുള്ളിൽ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ, നിങ്ങൾ എന്ത് ഫീ പേയ്മെന്റ് ചെയ്തിട്ടില്ലാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഉടനെ ഏതെങ്കിലും ഒരു മോഡ്സിലൂടെ, ഏതെങ്കിലും അക്ഷയയിലോ വേറെ ഏതെങ്കിലും ഇന്റർനെറ്റ് കഫേസിലോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മോഡ്സിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ഈ ഒരു കാര്യം ചെയ്ത് തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫീ പേയ്മെന്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് നഷ്ടപ്പെടും. നെക്സ്റ്റ് അലോട്ട്മെന്റ്സിൽ ഒന്നും പങ്കെടുക്കാൻ കഴിയത്തില്ല. എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മോപ്പപ്പിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ വേണ്ടി കഴിയും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത്. എന്നാൽ ഈ 4 റൗണ്ട്സിലായിരിക്കും നിങ്ങളുടെ മാക്സിമം സീറ്റ്സും എന്ത് ചെയ്യുക, ഫില്ല് ചെയ്ത് പോവുക. പിന്നീട് മോപ്പപ്പിലാകെ വളരെ തുച്ഛമായിട്ടുള്ള സീറ്റ്സ് മാത്രമേ കാണത്തുള്ളൂ. അതും യൂണിവേഴ്സിറ്റീസിൽ സീറ്റ്സ് ബാക്കിയില്ല എങ്കിൽ അത് മോപ്പപ്പിൽ ആ യൂണിവേഴ്സിറ്റീസ് പങ്കെടുക്കത്ത് പോലും ഇല്ല. സോ എന്ത് ചെയ്യുക, മാക്സിമം സ്പീഡാക്കാൻ വേണ്ടി ശ്രമിക്കാം. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് അവിടെ പറയാനുള്ളത്. നെക്സ്റ്റ് കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ ഫീ പേയ്മെന്റ് കഴിഞ്ഞു, അപ്ഗ്രേഡേഷൻ കഴിഞ്ഞു. അത് അപ്ഗ്രേഡ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ OTP എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും അല്ലേ. ഈ OTP കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സീറ്റ് മാർക്ക് ഫോർ അപ്ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടായിരിക്കും കാണുക. അതേപോലെ നിങ്ങൾക്കൊരു ഇമെയിൽ വരുന്നുണ്ടാവും, അഥവാ ഒരു മെസ്സേജ് വരുന്നുണ്ടാവും. അതിൽ പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ട് ഫ്രീസ് ചെയ്യാൻ കഴിയത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമായിരിക്കും: നിങ്ങൾ ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്തത് കാരണം ഈ ഒരു അലോട്ട്മെന്റ് നിങ്ങൾക്ക് ഫ്രീസ് ചെയ്യാൻ വേണ്ടി കഴിയത്തില്ല. നെക്സ്റ്റ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹയർ ഓപ്ഷൻ വരാം. ഇനി വന്നില്ല എങ്കിലോ നിങ്ങൾക്ക് ഈ കിട്ടിയ അലോട്ട്മെന്റ് തന്നെ വീണ്ടും അവിടെ തന്നെ ആ സീറ്റ് തന്നെ വീണ്ടും വരും. അപ്പം നിങ്ങൾക്ക് ഒന്നിലേക്ക് ഫ്രീസ് ചെയ്യാം, അല്ലെങ്കിൽ വീണ്ടും അപ്ഗ്രേഡിന് വേണ്ടി കൊടുക്കാം. അതാണ് നിങ്ങൾക്കുള്ള ഇനി ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. അതേപോലെ താഴോട്ടുള്ള ഓപ്ഷൻസ് ഒന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, ബാക്കി നിലനിൽക്കത്തില്ല. ഹയർ ഓപ്ഷൻസ് മാത്രമായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഉണ്ടാകുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി എങ്ങനെ സെക്കൻഡ് റൗണ്ട്, ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടാത്ത ഒരു കുട്ടിയാണെങ്കിൽ എങ്ങനെ സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ മതി. 14-ാം തീയതി ആയിരിക്കും നമ്മുടെ സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്നത്. ഞാൻ അലോട്ട്മെന്റ് ഷെഡ്യൂൾ ഒന്ന് കാണിച്ചു തരാം. ദാ നോക്കി, സെക്കൻഡ് റൗണ്ട് അലോട്ട്മെന്റ് വരുന്നത് 14-ാം തീയതി ആയിരിക്കും, ശനിയാഴ്ചയായിരുന്നു. അത് കഴിഞ്ഞിട്ട് 16-ാം തീയതിയോടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ എല്ലാം അപ്ലോഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങളുടെ ഈ സെക്കൻഡ് അലോട്ട്മെന്റോടെ വെരിഫൈഡ് ആണെന്നായിരിക്കും കാണുക. അതായത് നിങ്ങൾക്ക് ഈ അലോട്ട്മെന്റ് വന്ന് നിങ്ങൾക്ക് ഒരു അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുകളിൽ തന്നെ, അതായത് ഈ ആദ്യത്തെ അലോട്ട്മെന്റിൽ വെയിറ്റ് ചെയ്തതുപോലെ സെക്കൻഡ് അലോട്ട്മെന്റിൽ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നെന്ന് വരത്തില്ല. ലാസ്റ്റ് ഇയറിലെ ട്രെൻഡ് വെച്ചൊക്കെ നോക്കുവാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് എന്ത് ചെയ്യും, വെരിഫൈഡ് എന്ന് കാണിക്കും. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യും, നിങ്ങൾക്ക് റിജക്റ്റഡ് എന്നോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്താണെന്ന് വെച്ചാൽ അവരെന്ത് ചെയ്യും, അത് അറിയിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. ബാക്കി ഡോക്യുമെന്റ്സിന്റെ ഈ കാര്യങ്ങൾ കഴിഞ്ഞു. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ 1 ഡേയ്ക്കുള്ളിൽ, അതായത് 24 അവേഴ്സിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്തിരിക്കണം. സോ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ഡോക്യുമെന്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, റെഡിയാക്കി വയ്ക്കാം. ഓൾസോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ് എല്ലാവരും റെഡിയാക്കി വയ്ക്കാം. എന്നാൽ പല യൂണിവേഴ്സിറ്റീസും എന്ത് ചെയ്യുന്നുണ്ട്, ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ് കൗൺസിലിംഗിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. സോ ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ് എല്ലാവരും റെഡിയാക്കി വയ്ക്കാം. എങ്ങനെ റെഡിയാക്കാമെന്ന കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു നോട്ടറിയുടെ അടുത്ത് പോയി വാങ്ങിക്കുക, അഡ്വക്കേറ്റിന്റെ അടുത്ത് പോയി വാങ്ങിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചോദിക്കുക. അവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പഠിച്ച സർട്ടിഫിക്കറ്റ്സ് തരും. ഒന്നിലധികം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച കുട്ടികളാണെങ്കിൽ മാക്സിമം എന്ത് ചെയ്യുക, ഒരു അഡ്വക്കേറ്റിന്റെ അടുത്ത് നിന്ന് വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതാണ് ഇത് ഇവിടെ പറയുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ 18-ാം തീയതിയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ഓൾമോസ്റ്റ് ഈ സെക്കൻഡ് റൗണ്ട് ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് റൗണ്ടിലും സെക്കൻഡ് റൗണ്ടിലും കിട്ടിയ കുട്ടികൾക്ക് ഫിസിക്കൽ വെരിഫിക്കേഷന്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പോയി ജോയിൻ ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ, ആ യൂണിവേഴ്സിറ്റി ഏതാന്ന് വെച്ചാൽ അപ്പോഴാണ് നിങ്ങൾക്ക് ആ ഫിസിക്കൽ വെരിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഏത് കോളേജാണ് കിട്ടിയതെന്ന് എന്ത് ചെയ്യുന്നത്, അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ആ യൂണിവേഴ്സിറ്റിയിൽ പോവുക. ഒരു മെയിൻ ക്യാമ്പസിലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, വിളിക്കുന്നത്. ആ ക്യാമ്പസിൽ പോയി കഴിഞ്ഞാൽ നാളെ അലോട്ട്മെന്റ് പ്രോസസ്സുകളെല്ലാം കംപ്ലീറ്റ് ആക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഫ്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അഡ്മിഷൻ ലെറ്റർ, പ്രൊവിഷണൽ അലോട്ട്മെന്റ് ലെറ്റർ, ഇത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിന്റ് എടുത്ത് വെക്കുക. ഓക്കെ, ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയതായിട്ട് അവർ എന്ത് ചെയ്തുള്ളൂ, കണക്കാക്കത്തുള്ളൂ. ഇത് രണ്ടും പ്രിന്റ് എടുത്ത് വെക്കുക. ഓക്കെ, റാങ്ക് കാർഡും കാര്യങ്ങളൊക്കെ നേരത്തെ നിങ്ങൾ പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്.
ഇനി മറ്റൊരു ചോദ്യം കുട്ടികൾക്കുള്ളത്, അഥവാ എനിക്ക് ഹയർ ഓപ്ഷൻ വെച്ചിട്ട് എനിക്ക് താല്പര്യമില്ലാത്ത ഒരു യൂണിവേഴ്സിറ്റിയാണ് കിട്ടുന്നതെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇനി സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല. പ്രിഫറൻസസ് ആഡ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവില്ല, റീഅറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ടാവത്തില്ല. സോ നിങ്ങൾക്ക് ആദ്യം എങ്ങനെയാണ് വെച്ചത് ആ ഒരു ഓപ്ഷൻസിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, പോകേണ്ടി വരും. ഓൾസോ ശ്രദ്ധിക്കേണ്ടത്, ഹയർ ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു സീറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ താഴോട്ടുള്ള സീറ്റ്സ് അഥവാ നേരത്തെ ലഭിച്ച സീറ്റ് എന്ത് ചെയ്യത്തില്ല, നിങ്ങൾക്ക് ലഭിക്കത്തില്ല. ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഹയർ ഓപ്ഷൻ വെച്ചിട്ട് ഏതെങ്കിലും ഒരു കോളേജ് കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടുന്ന് വീണ്ടും ഹയർ ഓപ്ഷൻ വയ്ക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ തന്നെ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് അവിടെ വരുന്നത്. നെക്സ്റ്റ് കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 10,000 റുപ്പീസിന്റെ ഫീ പേയ്മെന്റിന്റെ കാര്യം. ഓക്കെ, ഫീ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അഥവാ വേണ്ടാന്ന് തോന്നുവാണെങ്കിൽ, ആ സീറ്റ് വേണ്ടാന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അഥവാ വിഡ്രോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഈ വിഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുത്തു കഴിയുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് 9,000 റുപ്പീസ് ആയിരിക്കും തിരിച്ചു വരിക. ഓക്കെ, 10,000 റുപ്പീസ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടത്തില്ല, 9,000 റുപ്പീസ് ആയിരിക്കും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത്. 1,000 റുപ്പീസ് എന്ത് ചെയ്യും, അവരുടെ പെനാൽറ്റി ആയിട്ട് അവരെടുക്കും. അതും 4th റൗണ്ടിനുള്ളിൽ തന്നെ നിങ്ങൾ ചെയ്യണം. മോപ്പപ്പിന് ശേഷമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ എമൗണ്ട് അങ്ങോട്ട് അടച്ചു കൊടുക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഞാൻ ആഗ്രഹിച്ചത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഞാൻ തിരിച്ച് അവിടെ എത്തിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാം, അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.